അപ്പോൾ നമ്മളിപ്പോൾ ഉള്ള തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്തെ നമ്മുടെ സ്ട്രക്ചറിൻ്റെ സെറ്റിംഗ് എല്ലാം കഴിഞ്ഞപ്പോൾ ബിൽഡിങ്ങിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ തിരുവനന്തപുരത്തെ എറക്ഷൻ വർക്ക് ഏകദേശം നമുക്ക് 15 ദിവസം കൊണ്ടാണ് നമുക്ക് ഈ ഒരു സ്റ്റേജിൽ നമ്മൾ വർക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ റൂഫിംഗ് ഷീറ്റ് ഇപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് മിക്കവാറും അടുത്ത ആഴ്ച തന്നെ നമുക്ക് അതിൻ്റെ റൂഫിങ്ങും മറ്റ് ഗ്ലാഡിങ് വർക്കുകളും മറ്റ് വർക്കുകളും നമുക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ തിരുവനന്തപുരത്തെ വർക്ക് നമുക്കിപ്പോൾ ഏകദേശം ഈ ഒരു സ്റ്റേജിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ റൂഫിംഗ് ഒക്കെ കഴിഞ്ഞ് ഷീറ്റൊക്കെ നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വാട്ടർ ഗട്ടറിൻ്റെ കുറച്ച് ക്ലാപ്പ് നമ്മളിവിടെ ഫിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്കിവിടെ വർക്ക് ബാക്കിയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഗ്ലാഡിങ് വർക്കുകൾ ബാക്കിയുണ്ട്. അതിനോടൊപ്പം തന്നെ ഏകദേശം ഒരു 10 അടി ഹൈറ്റിൽ ഒരു മെസേനിയം ഫ്ലോർ കൂടെ, അതായത് ഇവിടുന്ന് ഒരു 24 മീറ്റർ നീളത്തിൽ ഇങ്ങോട്ടൊരു 6 മീറ്റർ വരുന്ന രീതിയിൽ ഒരു മെസേനിയം ഫ്ലോറും കൂടെ നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. ഒരു 10 അടി ഹൈറ്റിലാണ് അതിൻ്റെ ഹൈറ്റ് വരുന്നത്, ഏകദേശം 10 അടി ഹൈറ്റിലാണ് വരുന്നത്. അപ്പോൾ നമ്മളിവിടെ ചെയ്തേക്കുന്ന ഇപ്പോൾ നമ്മുടെ ഈ ചെയ്തേക്കുന്ന ഇതിൻ്റെ കോളം എല്ലാം തന്നെ നമ്മൾ 200/100 ISMBയിലാണ് നമ്മൾ ഇതിൻ്റെ കോളങ്ങളെല്ലാം തന്നെ ഫിക്സ് ചെയ്തിട്ടുള്ളത്. അത് ഫൗണ്ടേഷൻ ബോൾട്ടിൽ, അതായത് 20 mm ഫൗണ്ടേഷൻ ബോൾട്ടിൽ ഒരു പില്ലറിന് 6 ബോൾട്ട് വരത്തക്ക രീതിയിലാണ് നമ്മളിതിവിടെ ചെയ്തിട്ടുള്ളത്. പാത്തി ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാണ്ട് ഈ തരത്തിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ GP ഷീറ്റാണ്. GP ഷീറ്റ് ഏകദേശം 18 ഗേജ് തിക്നെസ് ഉള്ള GP ഷീറ്റിൽ നമ്മൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ അത് വേണ്ട രീതിയിലുള്ള എല്ലാ പാത്തിക്കും ഓരോ ഡ്രോപ്പ് കൊടുത്തിട്ടാണ് നമ്മളിത് ഇവിടെ ഫിക്സ് ചെയ്തിട്ടുള്ളത് മുകളിൽ. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ള റൂഫിംഗ് ഷീറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ JSWൻ്റെ കളർ വൺ പ്ലസ് ഷീറ്റാണ് നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഷീറ്റിന് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് തരം പഫ് ഷീറ്റാണ്, സാൻഡ്വിച്ച് പാനലല്ല. എങ്കിൽ പോലും ചൂട് നിയന്ത്രിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഷീറ്റാണ് നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്ലൂവിൽ ഇത് പ്രസ് ചെയ്ത് വന്നിട്ടുള്ള ഒരു ടൈപ്പ് ഷീറ്റാണ് ഉള്ളത്. അപ്പോൾ പിന്നെ ഇതിൻ്റെ സ്ട്രക്ചർ ചെയ്തേക്കുന്ന എല്ലാം തന്നെ നമ്മൾ GP ട്യൂബിലാണ്, അപ്പോളോടെ GP ട്യൂബിലാണ് 16 kg വരുന്ന GP ട്യൂബിലാണ് നമ്മൾ ഈ എയർ സ്ട്രക്ചർ എല്ലാം തന്നെ നമ്മൾ ചെയ്തിട്ടുള്ളത്. സൈഡ് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം 21 അടി ഹൈറ്റ് വരുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇത്രയും ഹൈറ്റ് കൊടുക്കാൻ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഇതിൽ ഒരു മെസേനിയം ഫ്ലോറും കൂടി നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇതുപോലത്തെ വർക്കുകൾ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മാത്രം മതി.